എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു കസ്റ്റാർഡ് പുഡിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒക്കെ അത്ര മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. സോ ഒരു ഹോം മെയ്ഡ് വെജിറ്റബിൾ കസ്റ്റാർഡ് പൗഡറും കൂടി കാണിച്ചുകൊണ്ടാണ് ഈ റെസിപ്പി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര. അപ്പൊ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സിന് അളന്നെടുക്കുകയാണെങ്കിൽ എല്ലാം അതേ ഗ്ലാസ്സിന് തന്നെ അളന്നെടുക്കാം. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാൻ ആ പഞ്ചസാര, ആ ഷുഗർ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫൈൻ ഫ്ലോർ ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മളത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. ഒരു 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1/2 കപ്പ് മാവിലെ കോൺഫ്ലോർ അത് ഈ മിക്സിയിൽ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയ്ക്കൊപ്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് 1/2 കപ്പ് പാൽപ്പൊടിയാണ്. അപ്പൊ ഞാൻ അടുത്തതായിട്ട് ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അമൂല്യയുടെ ഡയറി വൈറ്റ്നർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് എവരിഡേയോ അമൂല്യയോ നമുക്ക് കിട്ടുന്ന ഏതാന്ന് വെച്ചാൽ അത് എടുക്കാം. ഒരു 1/2 കപ്പ് മിൽക്ക് പൗഡർ. ഇനി ഈ 1/2 കപ്പ് മിൽക്ക് പൗഡറും കൂടി നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആ വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വേണ്ടുന്നത് യെല്ലോ ഫുഡ് കളറാണ്. പക്ഷെ ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പൊ കസ്റ്റാർഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. സോ ഞാൻ ഫുഡ് കളർ അവോയ്ഡ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഞാൻ എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ മിക്സ് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതൊരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഷുഗർ പൗഡറും കോൺഫ്ലവറും മിൽക്ക് പൗഡറും വാനില എസൻസും ഫുഡ് കളർ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ താല്പര്യം ഉണ്ടെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ക്വാളിറ്റിയുള്ള ഫുഡ് കളർ യൂസ് ചെയ്യണം. സാധാരണ 20 രൂപയുടെയൊക്കെ ഫുഡ് കളർ അത്രയൊക്കെ തന്നെ അതിന് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ഒരു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കണം നമുക്ക് ഈ പുഡിംഗ് ചെയ്യാനായിട്ട്. ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാനുള്ളത്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു 200 ml പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാല്. ഇത് നമ്മൾ കുറച്ച് പാല് ഈ പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് തരിയൊന്നും ഇല്ലാതെ നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കണം. കുറേശ്ശെ മിൽക്ക് ഒഴിച്ചു കൊടുത്ത്
ഒട്ടും തന്നെ തരിയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ ഒരു പക്ഷേ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിന് 1 കപ്പ് പാല് വേണ്ടി വരും. സാധാരണയായിട്ട് ആ കവറിന്റെ പുറത്ത് തന്നെ അതിന്റെ ഒരു അളവും ഉണ്ടാവും, നമ്മൾ എത്രയാണ് അതിൽ ലിക്വിഡ് കണ്ടന്റ് ചേർക്കേണ്ടതെന്നുള്ളത്. ഇതിന് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിന് 1 കപ്പ് പാല് മതിയാവും. അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാനിതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോർക്കോ ചെറിയ വിസ്കോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്കിത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ, ഒരു തരിയില്ലാതെ നന്നായിട്ടിത് മെൽറ്റ് ചെയ്ത് എടുക്കണം. ഇനി അഥവാ സ്പൂണിൽ അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചൊഴിച്ച ശേഷം ആ തരി ഒന്നുകൂടി ഒന്ന് ഉടച്ച് അതിലേക്ക് ചേർത്താൽ മതി. അപ്പൊ നല്ല രീതിക്ക് കിട്ടും നമുക്ക്. ഇനി നമ്മളൊരു സോസ് പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കണം. ചൂടാവുന്ന സമയത്ത് നമുക്ക് ആ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയത്ത് നമുക്ക് കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് ഒന്ന് തിക്കൻഡായി വരുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോ ഹീറ്റാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിയിൽ കരിഞ്ഞു പിടിച്ചു പോകും. അപ്പോൾ ഒരു ലോ ഹീറ്റിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ കാണിക്കാം. ഇപ്പൊ ഇത് തിക്കനായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനൊരു 2 സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. പക്ഷേ 4-5 സ്പൂൺ വരെയൊക്കെ ചേർക്കാം. മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതില് ഒരല്പം മധുരം മുന്നിട്ട് നിൽക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ലോ ഹീറ്റിൽ ഇത് കുക്ക് ചെയ്യണം. അപ്പൊ ഇതിപ്പോ ആയിട്ടുണ്ട്. ഹീറ്റ് ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇപ്പൊ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വന്ന ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 12 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. ഇനി ഈ 12 മണിക്കൂർ വയ്ക്കാൻ സാധിച്ചില്ല എങ്കിൽ പെട്ടെന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം മാത്രം പുഡിങ് ഉണ്ടാക്കുക. ഇപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് ബനാന എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡിലേക്ക് കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരി, കുറച്ച് ബനാന. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടി. നമുക്ക് ഫ്രൂട്ട്സ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആപ്പിളും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്.
ഇപ്പൊ നമ്മുടെ സിമ്പിൾ ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഞാനൊരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊരു 2-3 വിറ്റ മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വാഫി എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതൊരു ക്രീം ബിസ്ക്കറ്റ് വെച്ച് ചെയ്യേണ്ടുന്ന പുഡിംഗ് ആണ്. അപ്പൊ ക്രീം ബിസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഓറിയോ പോലെയുള്ള ക്രീം ബിസ്ക്കറ്റ് ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടുന്നത്. അതൊന്ന് ഒരു സിപ്ലോ കവറിലിട്ടിട്ട് ഒന്ന് ചതച്ച് പൊട്ടിച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രീം ബിസ്ക്കറ്റ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. മാരിഗോൾഡ് ബിസ്ക്കറ്റ് മാത്രം പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കും. ഈ പൊടി നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഇട്ട ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ പുറത്തേക്ക് നമ്മുടെ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ സിമ്പിൾ ബിസ്ക്കറ്റ് പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇതും ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം എടുക്കാനുള്ളത്. ബിസ്ക്കറ്റിന്റെ കാര്യം ശ്രദ്ധിക്കുക, ക്രീം ബിസ്ക്കറ്റ് വേണം എടുക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.